പേവിംഗ് ബ്ലോക്സ് ഇട്ട് കുറേ നാൾ കഴിയുമ്പോൾ പല സ്ഥലങ്ങളിൽ ഇതേപോലെ ഇളകിയും പൊട്ടിയൊക്കെ കിടക്കും. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡ്, ഒരു ട്രവൽ എടുത്തിട്ട് ഒരു ടൈൽ ഇങ്ങനെ പതുക്കെ ഇളക്കിയെടുക്കുക. ഒരെണ്ണം ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. ഇതുണ്ടോ, ഇദ്ദേഹം എത്ര വേഗത്തിൽ അത് എടുത്ത് മാറ്റിയെന്ന് നോക്കി. ആ താന്ന് കിടന്ന ഒരു പോർഷനാണ്, അതിലെ ടൈലുകളെല്ലാം എടുത്ത് മാറ്റുന്നു. അതിനുശേഷം ബേബി മെറ്റൽ 6mm or 8mm മെറ്റൽ ലെവൽ ചെയ്യാനായിട്ട് ഇതേപോലെ സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ട്രവൽ വെച്ചിട്ടോ അതൊന്ന് ജസ്റ്റ് ഒന്ന് കോമ്പാക്റ്റ് ചെയ്യുക, ഒന്ന് ലെവൽ ചെയ്യുക. ലെവൽ ചെയ്തതിന് ശേഷം ഈ എടുത്ത ടൈലുകൾ യഥാസ്ഥാനത്ത് വീണ്ടും 1 by 1 ആയിട്ട് വയ്ക്കുക. എന്നിട്ട് ഹാമർ വെച്ച് ഒന്ന് അടിച്ച് വയ്ക്കുക. കണ്ടോ, ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആവാറായി. ഇനി 4 ടൈലൂടെ വെച്ചാൽ മതി. ഇനി 2 കൂടെ വെച്ചാൽ മതി. ഹാമർ വെച്ചിട്ട് നന്നായിട്ട് അടിച്ച് ഒതുക്കി കൊടുക്കുക, നന്നായിട്ട് സ്റ്റേബിളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ആ മൊത്തം പോർഷൻ ലെവലായി, നല്ല നീറ്റായി. ഇനി ഒരു കോട്ട് പെയിൻറ്റും കൂടെ അടിച്ചാൽ നല്ല പുത്തൻ സർഫസ് ആവും. കണ്ടോ, നല്ല പക്ക പുതിയ സർഫസ്, പുത്തൻ സ്ഥലം. ഹായ്